നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ മാത്സിന് മാത്രം ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടല്ലേ. മാത്സ് പഠിപ്പിക്കുന്ന സാറിനോട് നമുക്ക് കുറച്ച് ഇഷ്ടക്കൂടുതൽ അങ്ങനെയൊക്കെ. ചില മാത്സിനെ കണ്ണെടുത്താൽ ആളുകൾ, ഈ മാത്സിന് മാത്രം ഒരു രണ്ട് വിഭാഗം ആളുകളുണ്ട്. അപ്പോൾ ചില ആളുകൾ പറയും എനിക്ക് എത്ര മാത്സ് കളിച്ചാലും തലയിൽ കയറില്ല. വല്ല ബയോളജിയോ അല്ലെങ്കിൽ ഹിസ്റ്ററിയൊക്കെ ആണെങ്കിൽ, മലയാളമൊക്കെ ആണെങ്കിൽ ഞാൻ ഓക്കെയാണ്. അല്ലെങ്കിൽ ഈ മാത്സ് പെട്ടെന്ന് പ്രോബ്ലമൊക്കെ സോൾവ് ചെയ്യുന്ന പിള്ളേരെ കാണുമ്പം പറയും ഈസ് ജീനിയസ്, അവന് ഭയങ്കര വലിയ ബുദ്ധിയാണെന്ന് പറയും. അപ്പോൾ നമ്മുടെ ഒരു ഹിസ്റ്ററിയിൽ എവിടെയൊക്കെയോ മാത്സിനെ ബുദ്ധിയുള്ള ആൾ ചെയ്യുന്നത് ഇൻ്റലിജൻസ് വേണം എന്നൊക്കെ ഒരു 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 തെറ്റിദ്ധാരണ വളർത്തിയിട്ടുണ്ട് ആക്ച്വലി, എന്നാണ് എൻ്റെ ഒപ്പീനിയൻ. ആക്ച്വലി മാത്സിന് വേണ്ടത് ഇൻ്റലിജൻസ് അല്ല, ആക്ച്വലി ഇൻ്റലിജൻ്റ് അല്ല വേണ്ടത്. മാത്സിന് വേണ്ടത് ഇമാജിനേഷനാണ്. ഇമാജിനേഷൻ നമുക്കെല്ലാവർക്കും ഉണ്ട്, അല്ലെങ്കിൽ ഇമാജിനേഷൻ എല്ലാ ഹ്യൂമൻ ബീയിങ്ങിനും ഉണ്ടല്ലേ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ഇമാജിൻ ചെയ്യാറുള്ളത്, ഫ്യൂച്ചറിനെ കുറിച്ച് ഇമാജിൻ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ നടന്ന സംഭവങ്ങൾ ഇങ്ങനെ ആയിരുന്നെങ്കിൽ ബെറ്ററാണെന്ന് ഇമാജിൻ. നമ്മൾ എവരി ഡേ എന്തുമാത്രം കാര്യങ്ങൾ ഇമാജിൻ ചെയ്യുന്ന എല്ലാ ഹ്യൂമൻ ബീയിങ്ങിനും പഠിക്കാൻ പറ്റുന്നൊരു സാധനമാണ് മാത്സ്. പക്ഷേ അതിനെ നമ്മളൊരു ബുദ്ധിയുള്ള ആളുകളുടെ ഒരു കുത്തകയായി മാറ്റി. ബാക്കിയുള്ളവരെല്ലാം പറഞ്ഞു പഠിച്ചതെല്ലാം കണക്കായിപ്പോയി. ഇത് എവിടെയാണ് ഈ പ്രോബ്ലം തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മാത്സ് ആദ്യം പഠിച്ച സാധനത്തിലാണ് ഇത് പൊളിഞ്ഞു കിടക്കുന്നത്. നമ്മൾ മാത്സിൽ ആദ്യം പഠിച്ചത് എന്താണെന്നറിയോ? നമ്മൾ മാത്സിൽ ആദ്യം പഠിച്ചത് ആക്ച്വലി കൗണ്ടിങ് നമ്പേഴ്സാണ്, എണ്ണാനാണ് പഠിച്ചത്. ചെറിയ കുഞ്ഞായിരുന്നപ്പോഴേ നമ്മൾ 1, 2 അല്ലെങ്കിൽ 1, 2, 3 പഠിപ്പിച്ചു. ഇപ്പോൾ അവന് 10 വരെ എണ്ണം അറിയാം. എനിക്ക് 20 വരെ എണ്ണം പഠിച്ചു. എടാ നീ 100 പഠിച്ചല്ലേ. അപ്പോൾ നമ്മൾ ഈ എണ്ണാനാണ് ആദ്യം പഠിപ്പിച്ചത്. പക്ഷേ എണ്ണാൻ പഠിപ്പിച്ചപ്പോൾ ഒരു ചെറിയ പ്രശ്നം സംഭവിച്ചത്, നമ്മൾ എണ്ണാൻ ബൈ ഹാർട്ട് ചെയ്യാനാണ് പഠിച്ചത്, കാണാതെ പഠിച്ചത്. 1, 2, 3 ഇതൊക്കെ ഒരു റൈം പോലെ, ഒരു പാട്ട് പോലെ കാണാതെ പഠിച്ചത്. അപ്പോൾ മാത്സ് തുടങ്ങുന്നത് തന്നെ കാണാതെ പഠിച്ചുകൊണ്ടാണ്. അപ്പോൾ ചെറിയ പിള്ളേരെ കേസ് നമുക്കതൊന്നും കുറ്റം പറയാൻ പറ്റില്ല. കാര്യം അവർ പാട്ട് കേട്ടും റൈംസ് കേട്ടും വളർന്ന പിള്ളേരെ എപ്പോഴും പഠിപ്പിക്കാൻ എളുപ്പമുള്ള മാർഗ്ഗം ഈ ഈണത്തിൽ 1, 2, 3 എന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ്. പക്ഷെ ഒരു സ്റ്റേജിൽ വെച്ച് ഒന്ന് അപ്ഡേറ്റ് ചെയ്യണമായിരുന്നു. ഒരു 4th സ്റ്റാൻഡേർഡൊക്കെ ആകുമ്പോഴത്തേക്കും ഇവരെ വിളിച്ചിരുത്തി ഒന്നും കൂടെ കൗണ്ട് ചെയ്യാൻ പഠിപ്പിക്കണമായിരുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കൗണ്ട് ചെയ്യാൻ ഒന്നും കൂടെ പഠിച്ചാൽ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ നോക്കിയാലോ. സോ കൗണ്ടിങ്ങിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരൊറ്റ നമ്പറേ ഉള്ളൂ, 1. വേറെ ഒരു നമ്പറും ഇല്ല. 1 എന്ന ഒറ്റ നമ്പറിലാണ് എല്ലാ കൗണ്ടിങ്ങും ഇരിക്കുന്നത്. 1 കഴിഞ്ഞ് ഒരു 1, അത് കഴിഞ്ഞ് മറ്റൊരു 1. അങ്ങനെയാണ് 1ൻ്റെ ഇൻക്രിമെൻ്റാണ് എപ്പോഴും സംഭവിക്കുന്നത്. അതിനെ നമ്മൾ പല രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്തു. സോ എപ്പോഴും എനിക്ക് തോന്നുന്നത് റോമൻ നമ്പേഴ്സ് നമ്മൾ പിള്ളേർ ആദ്യമേ പഠിപ്പിക്കാമെങ്കിൽ ആ നമ്പറിൻ്റെ കറക്റ്റ് റെപ്രസെൻറ്റേഷൻ അവർക്ക് മനസ്സിലാവും. റോമൻ നമ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ്സിൽ ബോർഡിലൊക്കെ എഴുതുന്ന 1, 1, 1 അങ്ങനെ എഴുതുന്ന നമ്പേഴ്സാണ് റോമൻ നമ്പേഴ്സ്, അറിയാമല്ലോ. സോ 1, 1, 2 എന്ന് പറയുന്നത് 2 വര, 3 എന്ന് പറയുന്നത് 3 വര. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഭയങ്കര ഹിസ്റ്ററി ആയിട്ട് പെട്ടെന്ന് നമ്മളെ കണക്ട് ചെയ്യിക്കും. റിയൽ കൗണ്ടിങ് നമ്പേഴ്സിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ, ഒരു ഫിസിക്കൽ റെപ്രസെൻറ്റേഷൻ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. കാര്യം പണ്ട് ഈ റോമൻ നമ്പേഴ്സ് ഉണ്ടാകുന്ന എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഒരു കൗണ്ട് ചെയ്യാനോ പേപ്പറോ ബുക്കോ ഒന്നുമില്ല. അത് പാറയിൽ ഒരു വരയിടും, ഒരു ഐറ്റം വരുമ്പോൾ ഒരു വരയിടും. 2 ഐറ്റം ഉള്ളപ്പോൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി 2 വരയിടും. 3 ഐറ്റം ഉള്ളപ്പോൾ 3 വരയിടും. അങ്ങനെ വരയിട്ടാണ് ഈ കൗണ്ടിങ് തുടങ്ങിയത്. അപ്പം പെട്ടെന്ന് വിചാരിക്കും 5 എങ്ങനെ വന്നു എന്നൊക്കെ ചിലപ്പോൾ ആലോചിക്കും. ഈ കൈ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം 5 എങ്ങനെ ഉണ്ടായെന്നൊക്കെ. സോ ഇതിനൊക്കെ പുറകെ ഹിസ്റ്ററി ഉണ്ട്. അപ്പോൾ മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് ഒരു സയൻസ് അല്ല. സയൻസാണ് എല്ലാവരും പറയുന്ന പോലെ, പക്ഷേ അതൊരു പ്യുവർ സയൻസ് അല്ല. മാത്തമാറ്റിക്സ് ഒരു മോഡലിംഗ് ലാംഗ്വേജാണ്, ഒരു മാതൃക ലാംഗ്വേജാണ്. നമ്മൾ ഈ കാരിക്കേച്ചറൊക്കെ വരയ്ക്കുമെന്ന് പറയുന്ന പോലെ, ഒരാളുടെ കാരിക്കേച്ചർ എന്ന് പറയുന്നത് അയാളല്ല, പക്ഷേ അയാളുടെ എല്ലാ ഫീച്ചേഴ്സും ഉള്ള ഒരു റെപ്രസെൻറ്റേഷനാണ്. അല്ലെങ്കിൽ നമ്മൾ ക്ലേ മോഡലിംഗ് ഒക്കെ ചെയ്യുന്ന പോലെ മാത്സ് ഒരു മോഡലിംഗ് ലാംഗ്വേജാണ്. നമ്മൾ ഈ മാത്സ് ഒരു ലാംഗ്വേജാണ്, കുറച്ചും കൂടെ കറക്റ്റ് പറഞ്ഞാൽ. നമ്മളിപ്പോൾ ഈ ഇംഗ്ലീഷ് മലയാളം എന്നൊക്കെ പറയുന്ന പോലെ ഒരു ലാംഗ്വേജാണ്. അപ്പം ഒരു ഇമാജിനേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ആ ലാംഗ്വേജ്, ആ മോഡലിംഗ് സിസ്റ്റത്തെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ 1, 2, 3 പഠിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് റോമൻ നമ്പേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ആ മോഡലിംഗ്, ആ കമ്പാരിസൺ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നത്. ഇനി വീണ്ടും പറയാം, നമ്മുടെ ഡെസിമൽ സിസ്റ്റം 1, 2, 3 ഇതും ഓരോ ലൈൻ കൂടി പോയി ഉണ്ടായി വന്നതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? 1 ഒബ്വിയസ്ലി ഒരു ലൈൻ ഇങ്ങനെ വരച്ചു. 2 എന്ന് പറഞ്ഞാൽ ആക്ച്വലി 2 ലൈനായിരുന്നു. 2 ലൈനിലിടയ്ക്ക് ഒരു കണക്ഷൻ ഉണ്ട്. ഈ പണ്ട് പേന എന്ന് പറയുന്ന ഐറ്റംസ് ഇല്ല, അപ്പോൾ അന്ന് ഇങ്കിൽ ഫെദർ മുക്കിയാണ് എഴുതുന്നത്. അപ്പോൾ എന്തായാലും 2 ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ എടുത്ത് പൊക്കാൻ വേണ്ടി പറ്റില്ല, അപ്പോഴത്തേക്കും മഷി പടരും, മഷി ഇങ്ങനെ താഴേക്ക് വീഴും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അന്ന് ഈ 2 ലൈനിൻ്റെ ഇടയ്ക്ക് ഒരു കണക്ഷൻ ഇട്ട് കൊടുത്തു, എളുപ്പത്തിൽ വരയ്ക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് 2 ലൈനിൻ്റെ ഇടയ്ക്ക് കണക്ഷൻ വന്നത് നമ്മൾ 2 ആവുന്നത്.
3 ലൈൻ ഇടയ്ക്ക് കണക്ഷൻ വന്നപ്പോൾ 3 ആയി, 4 ലൈൻ ഇങ്ങനെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു കണക്ഷൻ കൊടുത്തപ്പോഴത്തേക്ക് 4 ആയി. അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കുന്ന ഡെസിബിൾ സിസ്റ്റത്തിലെ നമ്പേഴ്സ് പോലും ഓരോ ലൈൻ ആഡ് ചെയ്തുണ്ടായി വന്നതാണ്. അപ്പോൾ ഇത്രയും കേട്ടപ്പോൾ തന്നെ കൗണ്ടിങ്ങിൽ തന്നെ ഒരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്തില്ല. ഒരു ഒറ്റ നമ്പറുള്ള വേർഡിൽ അത് ഒന്നാണെന്നും അതിൻ്റെ ലൈൻ ബൈ ലൈൻ ആഡ് ചെയ്ത് പോകുന്നതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് നമ്പേഴ്സ് എന്ന് പറയുന്ന ഒരു പെർസ്പെക്റ്റീവ് നമുക്ക് കിട്ടി. അപ്പോൾ എന്താണ് അന്ന് കൗണ്ടിങ് പഠിച്ചതും ഇന്ന് ഇത് കേട്ടത് തമ്മിൽ വ്യത്യാസം എന്നറിയാമോ? ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കുറച്ച് ഹിസ്റ്ററിയും കുറച്ച് ലൈഫ് ഫിലോസഫിയും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഈ കാര്യം കേട്ടത്. അപ്പോൾ മാത്സിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഒരു കുറച്ച് ഹിസ്റ്ററി എങ്ങനെ അത് ഉണ്ടായെന്നും കുറച്ച് ലൈഫ് ഫിലോസഫി ലൈഫിൽ എവിടെയാണ് ഇത് ഉപയോഗിക്കുന്നതെന്നും കൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കൊരു ഡിഫറെൻറ്റ് രീതിയിൽ നമുക്ക് മാത്സിനെ മനസ്സിലാക്കാൻ പറ്റും. സോ നമ്മളീ പറയുന്ന പോലെ 1+1=2 എന്ന് പറയുന്നത് അതിന് പ്രൂഫ് ഉണ്ടോ? 1+1=2ൻ്റെ പ്രൂഫ് ആർക്കെങ്കിലും അറിയാം? 360 പേജുള്ളൊരു വലിയ പ്രൂഫൊക്കെ ഉണ്ട്, ഒരു ബുക്കൊക്കെ ഉണ്ട് സെറ്റ് തിയറിയിലൊക്കെ എഴുതി ഉണ്ടാക്കിയേക്കുന്നത്. അതൊക്കെ പോട്ടെ, 1+1=2 എന്ന് പറയുന്നത് പ്രൂഫിൻ്റെ ആവശ്യമില്ല, അതൊരു മാത്തിൻ്റെ ആക്സിയം എന്നൊക്കെ പറയും. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല ഇനി. പക്ഷേ ഈ പറയുന്ന പോലെ ഇത് എല്ലാത്തിനും അത് ഉണ്ടായതിൻ്റെ ഒരു ഹിസ്റ്ററി ഉണ്ട്, ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഇപ്പോൾ നമ്മൾ ഈ പൈ എന്നൊക്കെ പറയുന്നത് 3.14 സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നത്, ഇതൊക്കെ ഉണ്ടായി വന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റോറീസാണ്. ഒരു സിനിമ എടുക്കാനുള്ള സ്റ്റോറീസ് ഉണ്ട്. ഈ അവൻ വെറും പയ്യല്ല, നല്ല പയ്യനാണ് അവൻ. അപ്പോൾ ഇതൊക്കെ ഈ പറഞ്ഞ ഹിസ്റ്ററി ആയിട്ട് ആഡ് ചെയ്ത് നമ്മൾ ഈ മാത്സിനെ ഒന്ന് റീക്രിയേറ്റ് ചെയ്യാമെങ്കിൽ നമ്മളിപ്പം കണ്ട സൈൻ, കോസ്, ടാൻ, ഇതൊക്കെ ലോഗരിതം എല്ലാം നമുക്ക് കുറച്ചും കൂടെ ഭയങ്കര എളുപ്പമായിട്ട് ഫീൽ ചെയ്യും. ഞാൻ ഒരൊറ്റ എക്സാമ്പിൾ പറയാം. നമ്മൾ സർക്കിളിൻ്റെ അകത്ത് ആംഗിൾ 360 ഡിഗ്രി എന്നാണ് പറയുന്നത്. അത് കേൾക്കാൻ നമ്മൾ പറയും യെസ് പഠിച്ചിട്ടുണ്ടല്ലോ, 360 ഡിഗ്രി ആണല്ലോ. അത് എങ്ങനെ ഉണ്ടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭൂമി സൂര്യനെ ചുറ്റുന്നതുകൊണ്ടാണ് സർക്കിൾ 360 ആയത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതാണ് റിയാലിറ്റി. പണ്ട് സർക്കിളൊന്നും ഇല്ലല്ലോ. പണ്ട് ഈ ബാബിലോണിയൻസ് 5000 വർഷങ്ങൾക്ക് മുമ്പ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ മഴ വരും, ഇടയ്ക്കൊക്കെ വെയിൽ വരും. ഇത് എപ്പോഴാണ് മഴ വരുന്നത് എപ്പോഴാണ് വെയിൽ വരുന്നത് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ അവർക്കൊരു ഒട്ടും പ്ലാനിങ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ അവർ കുത്തിയിരുന്ന് ആകാശത്തെ സ്റ്റാർസിനെ നോക്കി, മഴ ഉള്ളപ്പോൾ ഉള്ള സ്റ്റാർസ് നോക്കി, പിന്നെ അവർ ഓരോ ദിവസം കൗണ്ട് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഈ 360 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അന്ന് വന്ന അതേ സ്റ്റാർ പാറ്റേൺ റിപ്പീറ്റായി വന്ന് തുടങ്ങി. അപ്പോൾ അവർക്ക് മനസ്സിലായി 360 ദിവസം കഴിയുമ്പോൾ ഈ സൈക്കിൾ വീണ്ടും റിപ്പീറ്റ് ആവുന്നുണ്ട്, ഈ സീസൺസ് ഒക്കെ റിപ്പീറ്റ് ആവുന്നുണ്ട്. അങ്ങനെയാണ് അവർക്ക് ഈ 360 എന്ന് പറയുന്നൊരു നമ്പർ അവർക്ക് കിട്ടും. ആക്ച്വലി 367 ദിവസം എടുക്കും ഈ സണ്ണിനെ ഭൂമി ചുറ്റി വരാൻ. ഇപ്പോൾ നമുക്കറിയാം 364 ഡേയ്സ് ആണ്. അന്ന് അറിയില്ല. അന്ന് അവർ ചുമ്മാ കൗണ്ട് ചെയ്ത് തന്നപ്പോൾ 360 എന്ന് പറയുന്നൊരു നമ്പർ, അവർക്ക് ആ നമ്പർ ഇഷ്ടപ്പെടാൻ വേറെ കാരണങ്ങളുണ്ട്. ഈ ബാബിലോണിയൻസ് കണ്ടുപിടിച്ചൊരു 60 ബേസ് ചെയ്ത് നമ്പർ സിസ്റ്റം ഒക്കെ ഉണ്ട്, അതൊക്കെ വിട്ടുപിടിക്കുക. എന്നാൽ പോലും ഈ 360 എന്ന് പറയുന്ന ഫിഗർ അങ്ങനെ ഉണ്ടായതാണ്. അതിനെയാണ് അവർ സർക്കിളിന് കൊടുത്തത്. അതുകൊണ്ടാണ് ഈ സർക്കിളിന് ഇപ്പോൾ 360 ഡിഗ്രി എന്ന് പറയുന്ന സാധനം വന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ജനിച്ചത് ചൊവ്വയിലായിരുന്നെങ്കിൽ സർക്കിളിൻ്റെ ആംഗിൾ 360 ആയിരിക്കില്ലായിരിക്കും. അന്ന് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഈ ദിവസം കൗണ്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ സർക്കിളിൻ്റെ ആംഗിൾ മിക്കവാറും 678 ആയിരിക്കും. കാര്യം മാസിൽ ചൊവ്വ ഭൂമിയെ സൂര്യനെ ചുറ്റുന്നത് ഈ 678 ദിവസം എടുത്തിട്ടാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ ജനിച്ചിരുന്നെങ്കിൽ ഈ സർക്കിളിൻ്റെ ഇന്നർ ആംഗിൾ 360 ആവില്ലായിരിക്കും ചിലപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ 360 എന്നൊക്കെ കേൾക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരു റിയൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടൊരു ഇൻസിഡൻ്റ് ഉണ്ട്, അതിലൊരു ഫിലോസഫി ഉണ്ട്, ഒരു ഹിസ്റ്ററി ഉണ്ട്. അതും കൂടെ ചേർത്ത് ആണ് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ നമുക്കിത് ഭയങ്കര ഒരു മൂവി സ്റ്റോറി പോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സാധനമായി മാറും. ഒറ്റ എക്സാമ്പിൾ കൂടെ പറയാം. നമ്മളിപ്പോൾ ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾ കൂട്ടുമ്പോൾ 180 ഡിഗ്രി എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ പറയുന്നത്? ഞാൻ പഠിച്ചിട്ടുണ്ടല്ലോ, അത് എവിടെയോ പഠിച്ചിട്ടുണ്ട്, ഈ 180 ആണ്. ഞാൻ വീണ്ടും പറയുന്നത് 2 പാരലൽ ലൈൻസ് ഒരിക്കലും മീറ്റ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? എനിക്കറിയാം, പഠിച്ചിട്ടുണ്ടെന്ന് പറയത്തില്ല. ബിക്കോസ് നിങ്ങൾക്കത് കാണാൻ പറ്റും. പാരലൽ ലൈൻസ് ഒരിക്കലും മീറ്റ് ചെയ്യില്ല. നിങ്ങൾ റെയിൽവേ പാളം കണ്ടിട്ടുണ്ട്, പാരലി പോകുന്ന ഫാമിലീസ് ഒരിക്കലും ഒരുമിക്കത്തില്ല നിങ്ങൾ പറയാറുണ്ട്. ഫിലോസഫിക്കലി നിങ്ങൾക്ക് അറിയാം പാരലൽ ലൈൻസ് ഒരിക്കലും മീറ്റ് ചെയ്യത്തില്ല. പക്ഷേ ട്രയാങ്കിളിൻ്റെ അകത്തെ ആംഗിൾ 180 എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് പറയും. ഇനി ഞാൻ പറയുന്നു 2 ഒന്നാണ്. പാരലൽ ലൈൻസ് ഒരിക്കലും മീറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് ട്രയാങ്കിളിൻ്റെ ഇന്നർ ആംഗിൾ 180 ആയത്. അതിൻ്റെ കഥ വേറെയാണ്. ഇപ്പം ഇങ്ങനെയുള്ള രസകരമായ റിയൽ ലൈഫായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നൊരു ഒരു സാധനമാണ് ഈ മാത്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മളുടെ ഫ്രണ്ടിൽ ആദ്യം തന്നത് സോൾവ് ദിസ് എന്ന് പറഞ്ഞൊരു ഇക്വേഷനാണ്. y = x² + 4x + 5 എന്നൊക്കെ പറയുന്നത്. പ്രോബ്ലം പറഞ്ഞു തന്നില്ല, എന്താ ചേട്ടാ പ്രശ്നം ഇവിടെ, എന്താണ് പ്രശ്നം, ബട്ട് യു ജസ്റ്റ് സോൾവ് ദിസ് എന്നാണ് പറഞ്ഞു തന്നേക്കുന്നത്. അപ്പോൾ നമ്മളിത് ഒരു തിയറി, അതിൻ്റെ ഒരു സൊല്യൂഷൻ, അതിൻ്റെ ഒരു ഇക്വേഷൻ, ഈ ഓർഡറിൽ നമ്മൾ പഠിച്ചേക്കുന്നത്.
പക്ഷേ യഥാർത്ഥത്തിൽ ഈ മാത്സ് ഉണ്ടായി വന്നത് അങ്ങനെയല്ല. മാത്സ് ഉണ്ടായി വന്നത് കോമൺ പ്രോബ്ലം, ഒരു ചെറിയ പ്രോബ്ലം, പിന്നെ അത് ജനറലൈസ് ചെയ്ത് കുറേ ആളുകളുടെ പ്രോബ്ലമാക്കി മാറ്റി അതിൽ നിന്നാണ് അവസാനം കണ്ടെത്തിയൊരു സാധനമാണ് ഇക്വേഷൻ. നമ്മൾ പക്ഷേ ഇത് തിരിച്ചാണ് പഠിക്കുന്നത്. നമ്മളിപ്പോൾ നമ്മുടെ സ്കൂളിൽ ഉപയോഗിക്കുന്ന പുസ്തകങ്ങളെല്ലാം എടുത്തിട്ട് ഐൻസ്റ്റീനോ ന്യൂട്ടനോ ആര്യഭട്ടയ്ക്കോ ഈ പറയുന്ന ആർക്ക് പഴയ മാത്തമാറ്റീഷ്യൻസ് ആർക്ക് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാലും പൈതഗോറസിനെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരു വക മനസ്സിലാവില്ല. അവർക്ക് ഇത് വെച്ച് മാത്സ് പഠിക്കാൻ പോലും പറ്റില്ല. കാര്യം അവർ റിയൽ ലൈഫിൽ റിയൽ മോഡലിങ് പല സിസ്റ്റത്തിൽ നിന്നും മനസ്സിലാക്കിയിട്ടാണ് ഈ തിയറൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ പൈതഗോറസ് എനിക്കൊന്ന് 3000 BC 3000ങ്ങളിൽ അന്ന് ഈ പൈതഗോറസ് തിയറം എന്ന് പറയുന്ന ഒരു ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് A² + B² = C² എന്ന് പറയുന്ന ആ ഇക്വേഷനൊക്കെ കണ്ടുപിടിക്കുന്ന കാലത്ത് അന്ന് നമ്പേഴ്സ് ഇല്ല, 1 2 3 കണ്ടുപിടിച്ചിട്ടില്ല, നമ്പർ സിസ്റ്റം ഈ പറയുന്ന ഇപ്പം കാണുന്ന ഡെസിമൽ സിസ്റ്റം ഒന്നുമില്ല. അന്നെല്ലാം ഇമേജ്, ഫോട്ടോ, ജിയോമെട്രിയൊക്കെ വെച്ചിട്ടാണ് അത് അന്ന് പ്രൂവ് ചെയ്തത്. അപ്പോൾ അവരുടെ കാലഘട്ടത്തിൽ അവർക്ക് എന്ത് പ്രോബ്ലം വന്നപ്പോഴത്തേക്കാണ് അവർ ഈ ഒരു സൊല്യൂഷൻ കണ്ടെത്തിയെന്ന് നമ്മൾ അറിയുന്ന മൊമെൻ്റ് തൊട്ട് ഈ മാത്സ് എന്ന് പറയുന്നത് ബുദ്ധിയുള്ള ആളുകൾക്ക് പഠിക്കുന്ന സബ്ജക്റ്റ് മാറി കഥ കേൾക്കാനും ഇമാജിനേഷനുള്ള ഏതൊരാൾക്കും പഠിക്കാൻ പറ്റുന്നൊരു സബ്ജക്റ്റായി മാറും. അപ്പം കണക്കായി പോയി എന്നോർത്ത് വിഷമിക്കേണ്ട. നമുക്ക് ഈ ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ കുറച്ചും കൂടെ ഒന്ന് ബെറ്ററാക്കി ഒരു സ്റ്റോറി ടെല്ലിംഗ് ആക്കി മാത്സിനെ എല്ലാവർക്കും ഒരു ഫ്രണ്ട്ലി ആക്കി മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു നല്ലൊരു ഗ്രേറ്റ് സബ്ജക്റ്റായി മാറാൻ ചാൻസ് ഉണ്ട്. ടാറ്റ കഴിഞ്ഞ്.